السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمر رضي الله عنهما أنه أمر رجلا إذا أخذ مضجعه قال: اللهم خلقت نفسي وأنت توفاها لك مماتها ومحياها إن أحييتها فاحفظها وإن أماتها فاغفر لها اللهم إني أسألك العافية. فقال له رجل: أسمعت هذا من عمر؟ فقال: من خير من عمر من رسول صلى الله عليه وسلم. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും 99% ആളുകളും ഒറ്റ ഉറക്കത്തിൽ നേരം വെളുപ്പിക്കുന്നവരല്ല. അങ്ങനെ നേരം വെളുപ്പിക്കാനും പാടില്ല. ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഉറക്കത്തിന് തടസ്സം ഉണ്ടാവും. ഐഷ ബി റളിയല്ലാഹു അൻഹ പറയാം, അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ രാത്രി നിസ്കരിക്കുന്ന ഒരു രൂപത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ചെന്ന് നോക്കിയാൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന അവസ്ഥയിൽ കാണാൻ കഴിയും. ഉറങ്ങുന്നവരായിട്ട് കാണണോ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതായും കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ഇടവേളകളിൽ നിസ്കരിക്കുകയും ഇടവേളകളിൽ ഉറങ്ങുകയും ചെയ്യുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ബഹുഭൂരിഭാഗം ആളുകൾക്കും ഈ ഉറക്കം നഷ്ടപ്പെടുന്നത് ഇങ്ങനൊരു അവസ്ഥയിലല്ല. പല ടെൻഷനുകളാണ്. മക്കളെപ്പറ്റി ടെൻഷൻ, അവരുടെ ഭൗതികമായ, ശാരീരികമായ, ആത്മീയമായ, ജോലിപരമായിട്ടുള്ള മറ്റു പല മേഖലകളിലുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അത്തരം ആളുകൾ ടെൻഷൻ അനുഭവിക്കുകയും വേണ്ട. പ്രായപൂർത്തിയായിട്ടും പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കൾ ലോകത്ത് പലരുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരം പൂർണ്ണമായും ഇല്ലാത്ത, കൈകാലുകളില്ലാത്ത, ശരീരത്തിന്റെ ഉടലുകൾ മാത്രം ചലിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കണ്ണുകളില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, കാത് കേൾക്കാൻ കഴിയാത്തവരുണ്ട്. നമുക്കൊക്കെ എന്തൊരു പ്രയാസമായിരിക്കും ഒരു നേരം ചെവി അടഞ്ഞാൽ, ഒന്ന് മൂക്കടഞ്ഞാൽ, ഒന്ന് കണ്ണിന്റെ പോളകളിൽ നീർക്കെട്ടിയിട്ട് കണ്ണ് തുറക്കാൻ പറ്റാതെ. എന്നിട്ടും അവക്കിടയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ശിശുക്കളായിരിക്കെ തന്നെ കൊണ്ടുപോയി വലിച്ചെറിയാം. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്താൽ നമ്മളെ മക്കളെ നോക്കാൻ ഈ ദുനിയാവിൽ നമ്മളല്ലാതെ വേറെ ആരും ഇല്ല. അതുപോലെ തന്നെ മറ്റു പലരെയും, കൈകാലുകളില്ലാത്തവരെയും പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തവരെയും ഒക്കെ അവരുടെ മാതാപിതാക്കളുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് കരുതിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഓരോ മണിക്കൂറിനും ഓരോ സെക്കൻഡിനും മിനിറ്റിനും അള്ളാഹു കൂലി വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയും വേണ്ട. അള്ളാഹു, നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറില്ലേ, വായു കീറിയോ ഇര കൊടുക്കുന്നുള്ളത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കേണ്ടതില്ല. അള്ളാഹു ടെൻഷൻ അടിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്തേക്ക് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ പോലും മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് രാത്രി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അവനവന്റെ ഉറക്കറയിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ടെൻഷന്റെ വേലിയേറ്റം ഉണ്ടാകുക. അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടും. അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം മാറിക്കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിലും ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ. ചില ആളുകളെ സംബന്ധിച്ച് തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ എന്നൊക്കെ പേരുള്ള നിസ്കാരം നിസ്കരിച്ചിട്ട് ചിലപ്പോൾ പ്രയാസപ്പെടും. ചിലവർ ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഉറക്കത്തിന്റെ പല രൂപങ്ങളിലുള്ള പ്രയാസപ്പെടുത്തലുണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആധുനിക ലോകത്ത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രേസ് പീരീഡ് 12 മണിയാണ് രാത്രി. അതുവരെ ഇരുന്നിട്ട് നെറ്റ് ഉപയോഗിക്കാം, ഫോൺ ഉപയോഗിക്കാം, മറ്റു പല കാര്യങ്ങളും ചെയ്യാം. എന്നാലേ ഖുർആനൊന്ന് തൊട്ടുനോക്കാം. അപൂർവങ്ങളായ ആളുകൾ ചെയ്യുന്നുണ്ടാവാം. ഒന്ന് പുതുക്കുന്നവരുണ്ടാകാം, നിസ്കരിക്കുന്നവരുണ്ടാകാം, 10 പേജ് ഓതുന്നവരുണ്ടാകാം. ഇതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്ത് കൂടി അനുധാവനം ചെയ്താൽ ആ ജീവിതം ധന്യമായി എന്ന് പറയാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഒരു സ്വഹാബി അന്നഹു അമറ റജുലൻ, ഒരു മനുഷ്യനെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. ഇദാ അഖദ മദ്ജഅഹു ഫഖാൽ, അയാൾ ഉറങ്ങാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഉറങ്ങാൻ വേണ്ടി തയ്യാറായപ്പോൾ സമയത്ത് പറഞ്ഞു: അല്ലാഹുമ്മ ഖലഖത നഫ്സി, അല്ലാഹുവേ നീയാണ് എൻ്റെ ശരീരം, എൻ്റെ ഈ ഘടന, എൻ്റെ നഫ്സിനെ, എൻ്റെ ഈ തടിയെ നീയാണ് സൃഷ്ടിച്ചത്. വ അൻത തവഫാഹ, നീ ഉദ്ദേശിച്ചാൽ അതിനെ മരിപ്പിക്കുകയും ചെയ്യും. ലക മമാതുഹ വ മഹ്യാഹ, നമ്മൾ പറയാം, ജീവിതത്തിലൊക്കെ പറയല്ലേ, അതിൽ പറയുന്നത് പോലെ തന്നെ ലഫ്ളാണ്. അല്ലാഹുവേ നിനക്ക്
നിന്റെ അനുവാദ പ്രകാരമാണ് ഈ ശരീരം ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇൻ അഹ്യൈതഹാ ഫഹ്ഫദ്ഹാ, അള്ളാഹു അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ഒന്നും കൂടി തീർത്തു തരും. അതൊന്നുമില്ല. ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് അത്തരം ഒരു നിരാശയുടെ വാക്കുകൾ വരാൻ പാടില്ല. എന്തായിരുന്നാലും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. ഇൻ അഹ്യൈതഹാ, അള്ളാഹുവെ നീ അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഫഹ്ഫദ്ഹാ, അതിനെ സംരക്ഷിക്കുകയും ചെയ്യണം. വ ഇൻ മമാതഹാ, അതിനെ മരിപ്പിക്കുകയാണെങ്കിലോ ഫഗ്ഫിർ ലഹാ, അതിന് പുറത്തു തരണേ, ഇതിന് എനിക്ക് ഈ വ്യക്തിക്ക് പുറത്തു തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, പടച്ചോനെ ഞാൻ നിന്നോട് സൗഖ്യം ചോദിക്കും. വല്ലാത്തൊരു ചോദ്യമാണിത്. സുഖം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പനിയില്ലാതിരിക്കാൻ, തലവേദന ഇരിക്കാൻ, എല്ലാ നിലക്കുമുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക, കുടുംബപരമായിട്ടുള്ള ഏതെല്ലാം സുഖങ്ങൾ തന്റെ അക്കൗണ്ടിലേക്ക് വരാനുണ്ടോ അതൊക്കെ ആ ലഫ്ളിൽ ഉൾപ്പെട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അല്ലാഹു എനിക്ക് സുഖം നൽകണമേ. ഇത് കേട്ടപ്പോൾ ഫഖാല ലഹു റജുലുൻ, ആ മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, അസ്സമീത ഹാദാ മിൻ ഉമർ, നിന്റെ ഉപ്പയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണോ താങ്കൾ ഇങ്ങനെ കേട്ടത്? ഫഖാല, അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഖൈരിൻ മിൻ ഉമർ, ഉമറിനേക്കാൾ ഖൈറായ അഷ്റഫുൽ ഖൽഖ് മിൻ റസൂലിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ നമുക്കും അത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ആശയമൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുത്തഖിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമോ ആ രൂപത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചകളും അബദ്ധവും തെറ്റും കുറ്റവും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകളും രോഗികളായ ആളുകളും ഉണ്ട്. ഷാഫിയായ റബ്ബ് രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലാ സമയങ്ങളിലും നിലനിർത്തി തന്ന് അവനവന്റെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ മേഖലകളിൽ പ്രവിശാലമായ റബ്ബിന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ശാരീരിക സാമ്പത്തിക മാനസികമായ ബുദ്ധിമുട്ടുകളും അല്ലാഹു അവർക്കും നമുക്കും എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉൾപ്പെടുന്ന ജന്നാത്തുൻ നഈമിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.